ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ അബുവിൻ്റെ ബർത്ത്ഡേ ആണ്. ഓക്കെ, 18 വയസ്സായിട്ടുണ്ട്. സോ ഒരു സർപ്രൈസ് കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സർപ്രൈസ് എന്താണെന്ന് നിങ്ങളും അറിയണ്ട. ഞാൻ സിറ്റുവേഷൻ അനുസരിച്ച് ബിഹേവ് ചെയ്യും, ഓന് അതനുസരിച്ച് അതിൽ പെടും. ഓക്കെ, അങ്ങനെ സർപ്രൈസ് ആവാനാണ് പ്ലാന്. അപ്പോൾ ഇപ്പം ഞാൻ വിളിച്ചിട്ട് ഒരു 5 മിനിറ്റിൻ്റെ വിളിക്കുക വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യാറ്, ഇവിടെ എന്താണ് പ്ലാൻ എന്നുള്ളത് ഓനക്കറിയില്ല, എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഓക്കെ, അപ്പോൾ വരട്ടെ. നമുക്ക് ആദ്യം ഞാൻ വീഡിയോ കട്ട് ചെയ്യും, വിളിക്കും, എന്നിട്ട് വീണ്ടും വീഡിയോ ഓണാക്കും. അപ്പോൾ ഓനും ഇവിടെ ഉണ്ടാവും കേട്ടോ. ഞാൻ അവനെ വിളിച്ചു വരുത്തുന്നത് ഒരു സിറ്റുവേഷൻ നിങ്ങൾ കണ്ടോ. ഓക്കെ, സോ ഗായ്സ്, നമ്മൾ അബു ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ ഗിംബൽ ശരിയാക്കാൻ വേണ്ടി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ നമ്മുടെ അബു താസിൻ എത്തിയിട്ടുണ്ട്. അബു താസിൻ സെറ്റപ്പ് മാറ്റിയോന്നോ? അത് നമ്മളാരാ വ്ളോഗർമാരല്ലേ? അത് ക്യാമറയിൽ മിനിറ്റ് ആവില്ലല്ലോ, കുഴപ്പമില്ല. സോ അബു താസിൻ, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഈ ഒരു സെറ്റപ്പിനെ പറ്റി? എന്താ സെറ്റപ്പ്? അതായത് നമ്മളെ ലൈറ്റിംഗ് എങ്ങനെയുണ്ട്? അടിക്കല്ലേ മോൻ കാണണ്ട, എനിക്ക് കാണണ്ട തന്നെ. ഓക്കെ, അപ്പോൾ എന്താ പറയാ, ഗിംബിൾ എന്താ അറിയില്ല, വർക്ക് ചെയ്യുന്നില്ല. ഇന്നലെ മണ്ണാക്കാരം ഉണ്ടായിരുന്നേ, അപ്പോൾ ഒന്ന് ജസ്റ്റ് വീണു. പക്ഷേ ലൈറ്റ് ഇപ്പൊ ലേറ്റ് എത്തുന്നുണ്ട്. പക്ഷെ എന്താ വെച്ചാ പൊന്തനില്ല, സാധനം പൊന്തനില്ല. അത് കൂടി ഇങ്ങനെ പിടിച്ചിട്ടോ. ഗിംബിലെ പറ്റി എനിക്ക് എന്തൊക്കെ അറിയാം പറഞ്ഞോ. ഞാൻ പുറത്ത് വാറന്റി ഇല്ലേ ഗിംബലിന്? സർവീസ് ഇല്ലേ? എന്തിനും മതി. അപ്പോൾ ഗിംബൽ ഒരു നല്ലൊരു ഗിംബലാണ്. ഗിംബൽ എന്ന് പറഞ്ഞാൽ അതിസാഹസ്യമായ ഒരു ഗിംബലാണ്. ഗിംബലിനെ കുറിച്ച് കുറേ പഠിക്കാനുണ്ട്. നമ്മളെ റയാനൊക്കെ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു തരും. ബൈ. അതെ, ഇപ്പോൾ നമ്മളെ റിതു മോസ്കോ എവിടെ അറിയില്ല. റിതു മോസ്കോ പൊട്ടിയോ? ഗായ്സ്, ഇതാണ് ഗിംബലിൻ്റെ അവസ്ഥ. ഇപ്പോൾ അതായത് ഇതിൻ്റെ കാല് മാത്രമാണ്. ഗിംബലോ? ഗിംബല് കാറിൻ്റെ ഡിക്കിൽ നോക്കിയ ഡിക്കി നോക്ക. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ അബു, സർപ്രൈസ്. എങ്ങനെയുണ്ടായിരുന്നു? പ്രതീക്ഷിച്ചിരുന്നോ? പ്രതീക്ഷിച്ചിരുന്നില്ല സത്യം പറഞ്ഞോ? ഗിംബൽ നമ്മള് ഇതായത് മൊത്തം എൻ്റെ ശ്വാസമാണ്. ശ്വാസം ഇറക്കി പിടിച്ച് അപ്പൊ എടുത്തോളൂ, സാധനം എടുത്തോളൂ. സെറ്റപ്പ് ഒന്നുമില്ല കേട്ടോ, ചെറിയൊരു രീതിയിൽ നമ്മള് ഇത്. ഓക്കെ, അപ്പോൾ അബു ഹാപ്പി അല്ലേ? പിന്നെ ഓക്കെ, അപ്പോൾ പറഞ്ഞോളൂ. എന്നാ എടുത്തോ, ഗിഫ്റ്റ് എടുത്തോ, സാധനം എടുക്കേ, മുറിച്ചിട്ട് പോയി പഠിച്ചോ, പരീക്ഷ ഉള്ളതല്ലേ. അപ്പോൾ നമുക്ക് അബു എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത്? ഹാപ്പിയാണോ? അവിടെ നിന്നോ. ഓക്കെ, അവിടെ നിന്നോ. സോ നമുക്കിന്നാ അബുവിനെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഗിഫ്റ്റ് കേക്ക് കുറിപ്പിക്കാം. തുറന്നു നോക്കിക്കോളൂ. അപ്പോൾ നമ്മുടെ അബു ഓണായിക്കോ. അബു ആദ്യം പറ, ഹാപ്പി അല്ലേ? അപ്പോൾ കേക്ക് മുറിക്കാൻ നമ്മൾ അബു കേക്ക് തുറക്കുകയാണ്. അവിടെ കേക്ക് തുറക്കുമ്പോൾ തോതടാ പാടാ ഇങ്ങനെയൊക്കെ പോസ്റ്റ് ചെയ്യടാ. ഇതൊക്കെ അല്ലേ അത് നമ്മുടെ അബുവിൻ്റെ മുഖം കാണാം നമുക്ക്. അബു എങ്ങനെയുണ്ട്? ഇത് പോസ്റ്റ് ചെയ്യട്ടെ? പോസ്റ്റ് ചെയ്യട്ടെ? എന്തിനാണ് വെറുതെ? അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ കേക്ക്. വെണ്ടക്ക ഉണ്ട്, വാഴക്ക ഉണ്ട്, പിന്നെ അപ്പുണ്ട്. അടുത്തത് നമ്മുടെ സോ നമ്മുടെ ബർത്ത്ഡേക്കാരൻ്റെ കേക്ക് മുറി നമുക്കിത് അവിടെ സർപ്രൈസായി കേക്ക് കൊടുത്തു. ആദ്യം കിട്ടിയത് വെണ്ടയ്ക്കും വാഴയ്ക്കും, പിന്നെ കിട്ടിയത് വൈറ്റ് ഫോറസ്റ്റ്. ആ വൈറ്റ് ഫോറസ്റ്റ് മുറിക്കാൻ വേണ്ടി അപ്പോൾ ഇവിടെ അത് കൊണ്ടുപോയില്ല. അത് എന്ത് വാഴയ്ക്ക് വേണ്ടി സർപ്രൈസ് ആയതാ, സർപ്രൈസിനെ പോയി. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞോൻ. ഓക്കെ ഓക്കെ, അവിടെ പിന്നെ ആ കേക്ക് അടിക്കുന്നുണ്ടല്ലോ കുഞ്ഞോനെ. അടുത്ത കേക്ക് പോയി കൊണ്ടു എൻ്റെ ഒക്കെ. സോ നമ്മുടെ അബു ആദ്യമായി കൊടുക്കുന്നത് കസിനായ വേറെന്താ കസിനെ നിബില്. അത് നിബില് അബുവിന് കൊടുക്കുന്നു. നീ അബു റിതുവിന് കൊടുക്കുന്നു. ആ റിതു കൊടുക്കാതെ അവിടെ പ്രാങ്ക്, അവിടെയും പ്രാങ്ക് ഒന്നു പ്രാങ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. നീ അടിക്കല്ലേ വാർത്ത കൊല്ലല്ലേ. അപ്പോൾ അത് അവിടെ കൊടുത്തു. ഇനി നമ്മളെ അതാ തേച്ചു. ഓക്കെ, അപ്പോൾ ബർത്ത്ഡേക്കാരനുള്ള തേപ്പും കിട്ടി.
അപ്പോൾ എന്തൊക്കെയാണ് പറയാനുള്ളത്? ഹാപ്പി അല്ലേ? ആ എനിക്ക് വരുന്നത് ഇവിടെ എൻ്റെ അത്ര ലെവലാക്കുന്ന വരില്ല ഗൈസ്. ചെറുതായിട്ട് മൂന്ന് ഇല്ല ഇനി വേണ്ട, ഇനി അടുത്ത് അപ്പോൾ നമ്മുടെ ബർത്ത്ഡേക്കാരനെ അബുവിന് എന്താ പറയാനുള്ളത്? ഇതിനും സർപ്രൈസ് കിട്ടിയിട്ടുണ്ടോ? അതെ. ഇങ്ങനെ ഇട്ടിട്ടുണ്ടോ? വെണ്ടക്ക ഇട്ടിട്ടുണ്ടോ? വെണ്ടക്കയും വാഴക്കയും കൊണ്ടുവന്ന പറയണത് കൊടുക്കൂല, അത് വേറെ കാര്യം. അപ്പൊ അതെങ്ങനെ നിക്കത് പറഞ്ഞിട്ട് പോയാൽ മതി, ഇത് കട്ട് ചെയ്യുന്നത്. അപ്പോ സർപ്രൈസ് കിട്ടിയിട്ടുണ്ടോ? ഇതിനു മുമ്പ് കിട്ടിയിട്ടുണ്ടോ? അതെ. ഇങ്ങനെ ഇട്ടിക്കണോ? ബലൂണൊക്കെ കെട്ടിട്ട് സെറ്റപ്പില്ലല്ലോ. ഫുള്ളിന് ശ്വാസമാണ് കണ്ടോ. അതിലൊരു 50 വില ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് എന്താ പറയുക, എനിക്ക് ഇത് കഴിഞ്ഞിട്ട് ഒരു പടക്കം പൊട്ടിക്കലുണ്ട്. അതെ, ചില്ലറന്നല്ല, പടക്കം പറഞ്ഞാൽ ഒരു 25 പടക്കം പൊട്ടും. അത്ര പൊട്ടുമോ? ആ, അപ്പോൾ ആ പടക്കം പൊട്ടിക്കൽ എന്താണെന്ന് കാണാം നമുക്ക്. അത് അബും ഋതുമൂടെ പൊട്ടിക്കും. എന്നെടുത്തോ, അത് മറച്ചോ, അതിലച്ചോ, ഉള്ള സൗണ്ട് പടക്കോ. ആ, പടക്കം കണ്ടേ, ഏതാ പടക്കം നിങ്ങൾക്ക്? പിന്നെ സെറ്റപ്പ് ആണോന്ന് ചോദിച്ചാൽ അബു പറഞ്ഞ അബുവിൻ്റെ ബർത്ത്ഡേ പറഞ്ഞാൽ നമുക്ക് അതന്നെയാണ്. എന്തോ ആണ്, ഒന്നുമില്ലെങ്കിലും പടക്കം പൊട്ടിക്കേ. അപ്പോൾ പടക്കം പൊട്ടുന്നതോടെ നമ്മുടെ വ്ളോഗ് അവസാനിക്കും. പൊട്ടി തുടങ്ങി മോൾക്കൊക്കെ സൗണ്ട് കേൾക്കും. പൊട്ടുന്നത് ഇവിടെയാണ്. പൊട്ടിക്ക് വന്ന് പൊട്ടിക്ക് വേഗേ പൊട്ടിച്ചോ, ആസ്വദിച്ചോളും. ബലൂണാ അപ്പൊ നീ പടക്കം പൊട്ടിച്ച ഇതായിരുന്നു നമ്മുടെ ഹൈ ക്ലാസ് പടക്കം. ഞാൻ എൻ്റെ രീതിയിൽ ഉണ്ടാക്കിയ ബലൂണാ. റയാന്റെ ശ്വാസം വിൽക്കാണ്ടാക്കിയാണോ പോയി? അപ്പൊ ഇനി ഇതോടെ ഉണ്ട് ബാക്കി. റയാന്റെ ശ്വാസം അപ്പോൾ പറയാ 50 റുപ്യ പടക്കം പൊട്ടലും കഴിഞ്ഞു. ഇതായിരുന്നു നമ്മുടെ ബർത്ത്ഡേ വ്ളോഗ്. അപ്പോൾ എല്ലാവരോടും താങ്ക് യു പറഞ്ഞു ഞാൻ. താങ്ക് യു ഗൈസ്. അപ്പോൾ അടുത്തൊരു വ്ളോഗുമായി അടുത്ത ദിവസം കാണുന്നവരെ ബൈ.